വിശ്വാസവും യുക്തിയും രണ്ട് പരസ്പരം ചേരാത്ത സ്വതന്ത്ര പദാർത്ഥങ്ങളല്ല. യുക്തിഭദ്രമായി ചിന്തിച്ച് ശരിതെറ്റുകൾ വിവേചിച്ചറിഞ്ഞ് ഒരാൾക്ക് നല്ല സമൂഹജീവിയായി ജീവിച്ചു മരിക്കാൻ മതം ഒരു നല്ല ആശയമാണ്. മതങ്ങൾ ആവുമ്പോൾ ആ ആശയ കേന്ദ്രങ്ങൾ ആപത്തിൻ്റെ വിള നിലവും കൂടി ആകുന്നില്ലേ? അതാണ് ചോദ്യം. കുറേ വിശദമായി പറയേണ്ട കാര്യമാണ്. അപ്പം അതിൽ ഈ വിശ്വാസവും യുക്തിയും രണ്ട് പരസ്പരം ചേരാത്ത സ്വതന്ത്ര പദാർത്ഥങ്ങളല്ല എന്ന് പറയുമ്പോൾ വിശ്വാസവും യുക്തിയും പദാർത്ഥങ്ങളെ അല്ല, കാരണം അത് അഭൗതിക കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ തന്നെ യുക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമുണ്ട്. അതേസമയത്ത് യുക്തിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് പൊതുവിൽ നമ്മൾ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയാറുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ സമൂഹത്തിലൊക്കെ നിലനിൽക്കുന്നൊരു വിശ്വാസമാണ്, ഒരു നല്ല കാര്യത്തിന് ഒരാൾ പോകുന്ന സമയത്ത് തിരിച്ചു വിളിക്കാൻ പാടില്ല. അതിൻ്റെ യുക്തി എന്താ? അതൊരു വിശ്വാസമാണ്, അതിനൊരു യുക്തിയുമില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ ഒരാൾ ഒരു കാര്യത്തിന് പറഞ്ഞയക്കുന്നതിന് ശേഷം പ്രവാചകൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, എന്നിട്ട് വീണ്ടും പോകാൻ പറഞ്ഞു. അതെന്തിന്? പ്രവാചകനാണ് അത് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസം നിലനിൽക്കേ അത് പാടില്ല എന്ന്, അത് അന്ധവിശ്വാസമാണ് എന്ന് പഠിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രവാചകൻ അത് പറയുമ്പോൾ ആളുകൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവും. അല്ലാതെ എങ്ങനെ, കാരണം അതിന് യുക്തിയില്ല എന്നതാണ്. അതുകൊണ്ട് യുക്തിപരമായി പറഞ്ഞു കൊടുക്കാനും പറ്റാത്ത ഒരു അന്ധവിശ്വാസമാണ് അത്. അതുപോലെ തന്നെ നടന്നു പോകുന്ന വഴിയിലെ മുമ്പിലൂടെ ഒരു കറുത്ത പൂച്ച പോയാൽ അതോടുകൂടി യാത്ര അവസാനിപ്പിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താ? അത് അശുഭ ലക്ഷണമാണ് എന്നത്. ഇതിൻ്റെ യുക്തി എന്താ? യുക്തി എന്ന് മാത്രമല്ല, ഇത്തരം വിശ്വാസങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മനുഷ്യന് യഥാർത്ഥത്തിൽ ഒരുപാട് ഗുണമുണ്ടാക്കുകയില്ലെന്ന് മാത്രമല്ല, ദോഷം ഒരുപാടുണ്ടാകും. പിന്നെ അതിൻ്റെ പേരിലൊക്കെ പല യാത്രകളും മുടങ്ങി, അത് ഒരു ദിവസമായിരിക്കും ഒരു പൂച്ച മണ്ടുന്നതിൻ്റെ പേരിൽ ഒരാളുടെ ദിവസമാണ് നഷ്ടപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാത്രമല്ല, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ തൊട്ടപ്പുറത്ത് ബന്ധത്തിലൊരു മരണം നടന്നാൽ ആ കുഞ്ഞ് ജനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ആ കുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ ആ ജനിച്ച നക്ഷത്രവും അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സങ്കല്പിക്കുന്ന ആളുകളുണ്ട്. ഒരു നിരപരാധിയെ കുറ്റവാളിയാക്കുന്ന, ഇത് വെറും കുറ്റവാളിയല്ല, ജനിച്ചത് ഒരാളുടെ മരണത്തിന് കാരണമാവുക, കൊലയാളിയാക്കുന്ന, പിഞ്ചു കുഞ്ഞിനെ കൊലയാളിയാക്കുന്ന കാഴ്ചപ്പാട് വരെ ഇത് വിശ്വാസത്തിൻ്റെ പേരിലാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും അത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും, നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, മന്ത്രവാദം ചെയ്തുകൊണ്ട് ശത്രുവിനെ നിഗ്രഹിക്കാം, അല്ലേ? അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നിലനിൽക്കുക. അതിൻ്റെ പേരിൽ ഒരുപാട് ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നെതന്യാഹുവിനെതിരിലൊരു മന്ത്രവാദം ഇന്നവരാരും ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ചെയ്യാമായിരുന്നു. ട്രംപിനെതിരിൽ, നെതന്യാഹുവിനെതിരിൽ, നമുക്ക് ശത്രുവാണെന്ന് തോന്നുന്ന ഇവർക്കൊക്കെ എതിരിൽ ചെയ്യാം. പക്ഷെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ അതിൻ്റെ പേരിൽ എന്തുണ്ട്? ഇത് മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരുപാട് അർത്ഥത്തിൽ വഴികേടിലാക്കുന്ന, യുക്തിയുമായി ഒരു ബന്ധവുമില്ലാത്ത വിശ്വാസങ്ങളാണ്. അതേസമയത്ത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മനുഷ്യൻ്റെ യുക്തി പഠിപ്പിക്കുന്ന ഒരു യഥാർത്ഥ ഭക്തിയുണ്ട്, ഒരു യഥാർത്ഥ വിശ്വാസമുണ്ട്. അത് സത്യവിശ്വാസമാണ്, മറ്റത് അന്ധവിശ്വാസമാണ്. ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്? വലിയ വ്യത്യാസമുണ്ട്. സത്യവിശ്വാസം നന്മയിലേക്ക് നയിക്കും, അന്ധവിശ്വാസം തിന്മയിലേക്ക് നയിക്കും. അതിന് യാതൊരു യുക്തിയുമില്ല. മറ്റതിന് യഥാർത്ഥത്തിൽ ചില യുക്തികൾ നമുക്ക് കാണാം. അതിനർത്ഥം എല്ലാ വിശ്വാസത്തിൻ്റെയും യുക്തി മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് അങ്ങനെ മനസ്സിലാകണം എന്നുമില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ അത് വിശദീകരിക്കാൻ വേണ്ടി വരുന്നത്.